ഹലോ. സാധാ നോർമൽ കുർത്തി സ്റ്റൈലിൽ നിന്ന് കുറച്ച് മാറ്റൊരു വ്യത്യസ്തമായിട്ടൊരു കുർത്തി ഡിസൈൻ കണ്ടാലോ? അപ്പോൾ നമ്മളിന്ന് ഈ ഒരു കുർത്തി ഡിസൈനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ നല്ലപോലെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന റൗണ്ട് കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നെക്കിനകത്ത് നമ്മളിതുപോലെ ഒരു ലൂപ്പും അതേപോലെ ഷോ ബട്ടൺ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും നമ്മളിതുപോലത്തെ ഒരു പീസ് വെച്ചിട്ട് ഒരു ഷോ ബട്ടൺ കൂടെ നമ്മൾ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ലിറ്റിൻ്റെ സൈഡിലും നമ്മളിതുപോലെ ഒരു ഡിസൈൻ കൊടുത്തു. അതേപോലെ ഫ്രണ്ടിൻ്റെ അടിവശത്തും കണ്ടോ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സാധാരണ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന കുർത്തിയേക്കാളും കുറച്ചൊന്ന് മനോഹരമാക്കി പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ഡിസൈൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ കുർത്തീസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഡിസൈൻ കാണാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ. കൂടാതെ ഈ ഒരു കുർത്തിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നൈറ്റി ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുള്ള് നൈറ്റി ബിറ്റിൻ്റെ മെറ്റീരിയൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെയാണ് നമ്മൾ ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഔട്ട്ലുക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ. ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലൊരു കുർത്തിയായിട്ടാണ് നിങ്ങൾക്കും കുർത്തി മാറ്റാൻ വേണ്ടി പറ്റുന്നത്. സൈഡിലൊക്കെ നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടുകളെല്ലാം കുറച്ച് പാർട്ടായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുടെ തീർച്ചയായിട്ടും കാണാം. ഈ ഒരു റൗണ്ട് നെക്ക്, അതായത് ഫ്ലാറ്റ് റൗണ്ട് കോളർ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇതേപോലെ ഒരു ലൂപ്പ് കൊടുത്തിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ, അതേപോലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുടെ തീർച്ചയായിട്ടും അതും കൂടെ കാണാം. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ്. അതേപോലെ അടിപൊളിയായിട്ടുള്ള കോളർ നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ രണ്ട് ഡിസൈനും ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കാണാം കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതേ ഫുൾ ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളർ അടിക്കുന്ന ഭാഗം, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് അത് കണ്ടതിന് ശേഷം ഇത് കാണുമെന്ന് മാത്രം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് പാർട്ട് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലൊക്കെ നമ്മൾ ഈ ഒരു സെയിം നെക്കിൽ കൊടുത്ത സെയിം ഡിസൈൻ വെച്ച് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ സ്ലിറ്റിൻ്റെ സൈഡിലും അതേപോലെ ഫ്രണ്ട് സൈഡിൽ അടിവശത്ത് നമ്മൾ ഒരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവിൽ നിന്ന് അടിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്ലീവ് എങ്ങനെയാണ് അടിച്ചു തുടങ്ങാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്ലീവ് എടുക്കാം. ഇതൊരു 16 ഇഞ്ച് നീളമാണ് കൈനീളം വരുന്നത്. 16 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുർത്തിയുടെ ഫുൾ കട്ടിങ് വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ, അജ്രക്കിൻ്റെ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നുണ്ട്. നെക്ക് ഡിസൈനിൽ കൊടുത്ത സെയിം പീസ് വെച്ചിട്ട് സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്യാൻവാസ് നമ്മൾ ഇതുപോലത്തെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് തുണിക്കകത്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഗം ഉപയോഗിച്ചിട്ട്, അതായത് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ എൻ്റെ വശം ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ട് സ്ലീവിലേക്കുള്ളത് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ രണ്ട് വശത്ത് ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവ് ആദ്യം ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമുക്ക് ഈ ഒരു ഈ ഒരു കോണ് ഭാഗം ഈ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ട്, നമ്മൾ ഈ വരച്ച ഭാഗമാണ് നമ്മുടെ തുണിയുടെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ മനസ്സിലാണ് ഇതുപോലെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ചെടുത്ത ശേഷം എൻഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് എടുത്ത ശേഷം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് ഇതിന് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീത്ത വശത്ത് ഉണ്ടോ ഇതേപോലെ നമ്മൾ വരട്ട ഭാഗമാണ് നമ്മുടെ ചീത്ത വശം വരുന്നത്. ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ടോ, ഇതേപോലെ വരട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്ലീവ് റെഡിയാക്കി വെച്ച് സ്ലീവിൻ്റെ ഈ ഒരു ഡിസൈൻ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എൻഡിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ മാറിപ്പോൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നൊന്ന് മാറ്റി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഈ ഒരു എൻഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, നല്ല വശത്തേക്കാണ് നമുക്ക് ഇനി മറിക്കാനുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളിതുപോലെ പിടിച്ചിട്ട് കണ്ടോ, നമ്മളിതുപോലെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു ബ്ലാക്ക് നൂല് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് നമുക്ക് എൻഡിലൂടെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ഡിസൈൻ എൻഡിൽ വരുന്ന രീതിയിൽ നമ്മുടെ ആ തയ്യൽ തുമ്പ് മടങ്ങാതെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് ഡിസൈൻ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് സ്ലീവിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ, നമുക്ക് എത്രയാണോ പൈപ്പിങ്ങിന് വീതി വേണ്ട അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം തുണി നമുക്ക് ഈ ഒരു എൻഡിലേക്കും വരും. ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ, നമുക്ക് ഫസ്റ്റ് സ്ലീവ് ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വരണ്ടോ, സെൻറ്റർ ഭാഗം ഇതുപോലെ ഒരു കോണായിട്ട് വരും, ബാക്കി സൈഡിലേക്ക് ഇതേപോലെ രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരിക കേട്ടോ. നല്ലൊരു അടിപൊളി ഡിസൈനാണല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കുർത്തിക്കും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു സ്ലീവ് നമുക്കിനി എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ നമ്മൾ ഷോൾഡർ ഭാഗം വരുന്ന ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഷോൾഡർ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്റർ രണ്ടിൻ്റെയും കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടിനും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലീവോ അല്ലെങ്കിൽ ഈ റിഗാളിൻ്റെ ഭാഗം ഒന്നും വലിക്കാൻ പാടില്ല, കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും റിഗാൾ വലിക്കാൻ പാടില്ല. നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് വലിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, എന്നാലും റിഗാളിൻ്റെ ഭാഗം വലിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫുള്ളായിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. കണ്ടോ, രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റിച്ചിങ് വീട് നമ്മൾ കട്ട് ചെയ്തതാണ്, കാരണം ഒത്തിരി ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് വീട് നമ്മൾ ഒഴിവാക്കിയത്. കാരണം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡാണ് നമുക്ക് കൂട്ടാനുള്ളത്. അപ്പോൾ സൈഡ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷർമെൻറ്റിലായി ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ടിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. എന്നിട്ട് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇതേപോലെ ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വരെ ഇങ്ങോട്ടേക്ക് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇവിടെ കുത്തി നിർത്തുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് എന്ത് ചെയ്യുക, ഇതുപോലെ നേരെ മുകളിലേക്ക് തിരിച്ചു പോവുക കേട്ടോ. നമ്മൾ രണ്ടാമതൊരു ലൈൻ വരച്ച് കാണിച്ചില്ലേ, അതേപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല, ഇതുപോലെ മാറ്റിയിട്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്ഷൻ ഇല്ലാതെ കിട്ടും കണ്ടോ. ഇതേപോലെ വന്ന് കുത്തി നിർത്തിയ ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ കാരണം അത് ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പ്രശ്നം വരും, നല്ലൊരു പെർഫെക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ബ്ലാക്ക് നൂലിട്ട് സ്റ്റിച്ച് ചെയ്ത് കണ്ടാൽ മനസ്സിലാവുണ്ടോ. ഇതേപോലെ വന്നു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇതേപോലെ കോണായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചും ഇതേപോലെയാണ് പോയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മൂന്നാമതൊരു സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു പോയിന്റിൽ തന്നെ കറക്റ്റായിട്ട് കൊണ്ട് കുത്തി നിർത്തണം കേട്ടോ. ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനി മൂന്നാമത് ഇനി പഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ഫൈനലായിട്ട് വരുമ്പോൾ ഈ ഒരു കോണിൽ തന്നെ കറക്റ്റ് വരണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീതി കൂട്ടിയിട്ട് ഇതേപോലെ മൂന്നാമത് സ്റ്റിച്ച് ഉണ്ട്, ഈ ഒരു വരച്ച ലൈനിലൂടെ മൂന്നാമത് സ്റ്റിച്ച് പോവുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എത്ര സ്റ്റിച്ച് കൊടുത്താലും അതിൻ്റെ എൻഡ് ഭാഗം നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ലിറ്റിൻ്റെ കോണിൽ കറക്റ്റായിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് നിർത്താം. എന്നാൽ സ്ലിറ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് ഇതേപോലെ നമ്മൾ കുത്തി നിർത്തിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ സ്ലിറ്റിൻ്റെ വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് അടിവശത്ത് നിന്ന് മുകളിലേക്ക് മടക്കി കണ്ടോ, ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക കണ്ടോ, നമ്മൾ ആ കോണിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് മടക്ക് കറക്റ്റ് ഈ ഒരു കോണിലേക്ക് വന്ന് നിൽക്കണം കണ്ടോ. ഇതേപോലെ വന്ന് നിൽക്കുക. എന്നിട്ട് രണ്ടാമത്തെ മടക്ക് നേരെ ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പോൾ കറക്റ്റ് അവിടെ നിന്ന് വിരിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും കണ്ടോ. അപ്പോൾ ഫസ്റ്റ് മടക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത കോണിലേക്ക് മടക്കിയിട്ട് രണ്ടാമത്തെ മടക്ക് മടക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണ്ടോ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഭാഗവും ഇതേപോലെ തന്നെ കറക്റ്റായിട്ടുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകും. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ രണ്ടാമത്തെ സൈഡ് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി പിടിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺവശം ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോയിൽ നമ്മൾ സ്ലിറ്റിൻ്റെ വീഡിയോ കാണിച്ചത് കൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു തുണി വെച്ച് നമുക്കിവിടെ എക്സ്ട്രാ ഒരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്ലിറ്റ് ഇതേ പറഞ്ഞ മെത്തേഡിൽ നമുക്ക് ആദ്യം ഒന്ന് സ്ലിറ്റ് അടിച്ച് വരാം.
അതിന് ശേഷം നമുക്ക് ആ ഒരു പീസ് വെച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കൂടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോ നമ്മൾ കാണിച്ചത് കൊണ്ടാണ് സ്ലിറ്റിൻ്റെ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സ്ലിറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടിവശം മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഡിസൈൻ കൂടെ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ നെക്കിൽ കൊടുത്ത സെയിം പീസ് വെച്ച് നമ്മൾ അടിവശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിയിലൊരു പൈപ്പിംഗ് പോലത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ആ സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തില്ലേ, ബാക്ക് സൈഡിൽ വെച്ചിട്ട് നേരെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുമ്പോൾ വരുന്നൊരു പൈപ്പിംഗ് ഡിസൈനാണ്. ആ ഒരു ഡിസൈനിലാണ് നമ്മൾ അടിവശം ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വെച്ച് അടിച്ചു കൊടുത്താലും മതി. അതേപോലെ ചെറിയൊരു ഗ്യാപ്പ്, ഒരേ ഗ്യാപ്പ് എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുകളിൽ നമ്മളൊരു പീസ് വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിവശം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ലേസ് വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പീസ് വെച്ച് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ അതിനായിട്ട് നമ്മളിത് കണ്ടോ നല്ല പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ലേസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു സെയിം, അതായത് നമ്മൾ നെക്കിലും അടിയിലൊക്കെ കൊടുത്ത സെയിം പീസ് വെച്ചിട്ടാണ് ഈ ഒരു പീസ് വെച്ച് നമ്മൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നല്ല സ്ലിറ്റിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലിറ്റ് അടിക്കാൻ അറിയാത്തവരാണ് നമ്മൾ സ്ലിറ്റിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സ്ലിറ്റ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് യാതൊരു ചുളിവും കൂടാണ്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വൈദ്യുതി പോകുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിൻ്റെയും ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് വെച്ച് നമുക്കിത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് വീതിക്ക് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇതുപോലൊരു പട്ട റെഡിയാക്കി എടുക്കാം. കണ്ടോ, നമ്മൾ ഇത്ര വീതിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വീതി പകുതി മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ 2 സ്ലിറ്റിൻ്റെ ലെങ്ത്താണ് ഉണ്ടോ, ഇതേപോലെ 2 സൈഡും മടക്കിയിട്ട് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ഈ ഒരു കോർണർ ഭാഗം ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസിൻ്റെ നീളം എന്ന് വെച്ചാൽ 2 സ്ലിറ്റിൻ്റെ നീളം വരും കേട്ടോ. 2 സൈഡിലേക്കും മടക്കി അടിക്കാനുള്ള അത്രയും, അതിനേക്കാൾ കുറച്ചൊന്ന് കൂടുതൽ വേണം. ഇനി നമുക്ക് എന്ത് വെച്ചാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൻ്റെ ചീത്ത വശം, അതായത് അടിവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ സ്ലിറ്റിൻ്റെ കോർണർ ഭാഗം കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ആ ഒരു മടക്ക് വരുന്ന നമ്മുടെ ഡിസൈൻ പീസിൻ്റെ ചീത്തവശമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് ആ കോർണറിൻ്റെ ഭാഗം മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് വേണ്ടത് ഏത് ഭാഗത്തേക്കാണ് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഉണ്ടോ, ഈ ഒരു ഭാഗം ചീത്തവശം അടിയിലോട്ടേക്ക് പോകുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് നമ്മൾ ആ എൻഡിലൂടെ വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് മടക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗത്ത് നല്ലൊരു കോണ് പോലത്തെ ഡിസൈൻ നമുക്ക് ഇവിടെ കിട്ടും. കണ്ടോ, ഇതേപോലത്തെ ഒരു കോണായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് എൻഡിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് വെച്ചാൽ അതിൻ്റെ എൻഡിലൂടെ ഈ ഒരു എൻഡ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടാമത്തെ എൻഡിലൂടെയും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി എൻ്റെ വശത്തെ സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് എൻ്റെ വശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എൻഡിൽ വരുന്നത് കണ്ടോ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുത്ത് വേണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു എൻഡ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഈ എൻഡ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് ഔട്ടർ കൂടെ രണ്ടാമത്തെ സ്റ്റിച്ച് വരിക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോൺവെർഷൻ കറക്റ്റ് ഇതേപോലെ മടങ്ങിയിട്ട് ഔട്ടർ എൻഡിലൂടെ ഇതേപോലെ ഒന്ന് ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ വെച്ച് നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കുർത്തിക്ക് മാച്ചാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു പീസ് വെച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചുളിവോ മടക്കോ ഒന്നും വരാതെ നല്ല നീറ്റായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുർത്തിക്കകത്തും ഇതുപോലത്തെ ഡിസൈനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കണ്ടോ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കുർത്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്ടമുള്ള പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റെഡിമെയ്ഡ് കുർത്തി ആയിക്കോട്ടെ എൻഡിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് നമുക്ക് കുർത്തിയുടെ ഭാഗം മാറ്റാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും ഇതേപോലെ വെച്ച് ചെയ്തിട്ടുണ്ടോ. ഇന്നർ സൈഡ് ആയിക്കോട്ടെ ഔട്ടർ സൈഡ് ആയിക്കോട്ടെ എല്ലാം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുർത്തി ഏകദേശം ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അടിവശമുണ്ട് നമ്മൾ ഇതുപോലെ 2 പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു. അതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു, സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. അതേപോലെ നമ്മൾ കോളറും നെക്ക് ഡിസൈനും ഒക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഷോ ബട്ടൺ കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഷോ ബട്ടൺ കൂടെ കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നല്ല ഫ്ലാറ്റ് റൗണ്ട് കോളറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നെക്കിൽ അജ്രക്കിൻ്റെ പീസ് വെച്ച് ഡിസൈൻ ചെയ്തു. നമ്മളൊരു ലൂവ് കൊടുത്തിട്ട് അതിനകത്ത് ഇതേപോലെ ഷോ ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലത്തെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഒരു ഷോ ബട്ടൺ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷോ ബട്ടൺ അവിടെയും കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗം സ്ലിറ്റിൻ്റെ ഭാഗം ഇതേ പീസ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. നൈറ്റി ബിറ്റിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഡിസൈനർ പീസ് ആയിക്കോട്ടെ അല്ലാത്ത മെയിൻ പീസ് ആയിക്കോട്ടെ എല്ലാം നൈറ്റി ബിറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ നൈറ്റി ബിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.